നമ്മളെല്ലാരും ഒരു സെലിബ്രിറ്റിയാണ് കാറ് വാങ്ങുന്നത്. എന്താണ് പറയാനുള്ളത്? 5 വർഷമായി ഞാൻ ഈ ഒരു ഫീൽഡില്. പക്ഷെ ഇത്രയും സന്തോഷമുള്ള ഒരു ദിവസം ആദ്യമായിട്ടാണ്. ഇത്രയും നല്ലൊരു ഇപ്പോൾ കേരളത്തിൽ കത്തി നിൽക്കുന്ന ഒരു സെലിബ്രിറ്റിക്ക് നമുക്കൊരു വാഹനം കൈമാറാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷമാണ് ജീവിതത്തിൽ. അതിൽ വളരെ സന്തോഷമായിട്ട് തന്നെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നു. ഓക്കെ, ഇനി കാറ് അടുത്തേക്ക് പോകാം. ബൊക്കെ പിടിച്ചു വന്നു. എല്ലാരും ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്ന് നിന്നാ മതി. നമ്മളെല്ലാരും പോവാം. അപ്പം എല്ലാവരും കാത്തിരുന്ന ഒരു ദിനമായിരുന്നു. സോഷ്യൽ മീഡിയ ഇപ്പൊ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ രേണു ചേച്ചി മാത്രമേ ഉള്ളൂ. രേണു ചേച്ചി വണ്ടി എടുക്കുന്ന കാര്യമാണ് എല്ലാവരുടെയും ചർച്ചാ വിഷയം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോട്ടയം ജില്ലയിൽ പേരൂർ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ നിന്ന് ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിൽ മറക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. അത് നമ്മളെ വിശ്വസിക്കുന്നു എന്നുള്ളതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. അതുപോലെ എൻ്റെ സ്റ്റാഫുകളും അഭിമാനിക്കുന്നു. ഇത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. ഏറ്റവും സന്തോഷകരമായി ദൈവത്തിനോടുള്ള എല്ലാവിധ പ്രാർത്ഥനയോടും കൂടി നിങ്ങളുടെ എല്ലാവരുടെയും വന്നിരിക്കുന്ന എല്ലാ ചാനലുകാരും ചേച്ചിയുടെ വിഷ്വൽസ് പകർത്താനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഈ വണ്ടി റിവീൽ ചെയ്യുകയാണ്. എനിക്ക് വൈകിട്ട് കോഴിക്കോട് പോകണം. ഞാൻ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ബസ്സിന് പോകുന്നുണ്ട്. നാളെ ഇനോഗ്രേഷൻ എടുക്കും. അങ്ങനൊന്നും ഇല്ല, ഒന്നും പ്ലാനിങ് ഒന്നും അല്ല. എന്തായാലും മക്കൾക്ക് വേണ്ടിട്ട് മേടിച്ചല്ലേ, അവരുടെ സന്തോഷം. എനിക്ക് തിരക്കല്ലേ. ഞാൻ ഇന്ന് വൈകിട്ട് കോഴിക്കോട് പോകും. നാളെ ഇനോഗ്രേഷൻ ഉണ്ട്. അത് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. രേണു ചേച്ചിയും കിച്ചുപ്രോയും രണ്ട് സൈഡിലായിട്ട് നിന്നു. അപ്പുറത്തോട്ട് ഇങ്ങനെ അങ്ങോട്ട് സൈഡിലേക്ക് അങ്ങനെ വന്നിട്ട് വണ്ടി നോക്കിക്കോ. പ്രാർത്ഥനയോടുകൂടി എവിടെയാണ് വൈഡ്? എവിടെയാണ് വൈഡ്? അതൊന്ന് ചാവിയും കൂടെ ഒന്ന് കൊടുത്തോട്ടെ. കിച്ചു ബ്രോ സെലക്ഷൻ എല്ലാരും ഇച്ചിരി എല്ലാ രീതിയിലും കിട്ടും. അതുകൊണ്ടാണ് എല്ലാരും ഒന്ന് കൈയടിച്ച് പാസ്സാക്കണേ.
ശരി. അത് നമ്മുടെ ഒരു കേക്ക് കട്ടിങ് ചടങ്ങും കൂടെ ഉണ്ട് ഒഫീഷ്യലായിട്ട്. ആരും കേറല്ലേ? ഇവിടെ വെച്ചോട്ടെ, കുഴപ്പമില്ലല്ലോ. കേക്ക് കണ്ടപ്പോ എന്തൊരു സന്തോഷം. കാറ് കണ്ടതിനേക്കാളും കൂടുതൽ കേക്ക് കണ്ടപ്പോൾ സന്തോഷം. എല്ലാരും കൂടെ വെച്ചു. എല്ലാരും കൂടെ പിടിച്ചോ. പിടിക്കണം. പിടിക്കണി. പാടണ്ടേ? ഹാപ്പി എങ്ങനെ എടുക്കുന്നത്? അല്ല, കൈ കൊണ്ടാന്ന് അറിയാതെ എങ്ങനെ എടുക്കുന്നത് ചോദിച്ചത്. അമ്മയ്ക്കൊന്ന് കൊടുക്കാനോ? ഇനി അവനെ കൊണ്ട് തല്ലിച്ചിട്ടാണോ? ഹാപ്പി മോട്ടറിംഗ്. ഇങ്ങനെ എടുത്തോളവേ. കേക്ക് വാങ്ങാനുള്ള വരിക. ചേച്ചിയൊക്കെ എന്ത് ചെയ്യും? വരാ കേക്ക് കേക്ക് വാ വാ വാ. നിങ്ങളൊന്ന് കേക്ക് ആദ്യം വരുന്നില്ല ആരും. ആ അതിലേ പാടി അതിലേ പാടി. അമ്മയ്ക്ക് കൊടുക്കോ? എന്റെ ഫോട്ടോ ജീവചാച്ചാ ഇതെന്റെ ആങ്ങളെ കേട്ടോ. എന്റെ ബ്രോ, ഫേവറേറ്റ് ബ്രോ. നമ്പാടി രാജണ്ണ. ഇതെന്റെ അണ്ണനാണ് രാജണ്ണ, എന്റെ അമ്മാച്ചൻ. എന്നതാ സന്തോഷം ചെത്തിമറ്റ നമ്മുടെ നാട്ടിൽ തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ എടുക്കാൻ തരാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമുക്കത് മേടിക്കാൻ പറ്റി. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നല്ല വിശ്വസ്തതയുണ്ട്. അത് കാത്തു സൂക്ഷിക്കണം. സൂക്ഷിക്കുന്ന അറിയാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കണ്ട പോലെ വണ്ടി ക്വാളിറ്റി എങ്ങനെയുണ്ട്? വണ്ടി കണ്ട ക്വാളിറ്റി ഞാൻ ഇപ്പോഴല്ലേ കാണുന്നത്. ഭയങ്കര ഹാപ്പിയാണ്. സന്തോഷം. വളരെ സന്തോഷം. ഹാപ്പിയല്ലേ? ഷിഫ്റ്റ് എടുത്ത ഷിഫ്റ്റ് അത് പിന്നെ പറയാം. പിന്നെ BMW ഒന്നും എടുക്കത്തില്ല, ഇപ്പൊ എടുക്കത്തില്ല. കൊള്ളത്തില്ലെന്നല്ല, എടുക്കുന്നില്ല. എന്തിനാ? എനിക്ക് ഡ്രൈവിംഗ് അറിയാത്ത ഞാൻ മോനെ ചൂടാ മോനെ അതിനകത്ത് ഇറങ്ങി. ചുമ്മാ കയറി അപ്പുറ സൈഡ് അല്ല കേറിയിരുന്നോ എനിക്ക് അറിയത്തില്ല. കിച്ചു ആ സൈഡ് വാ, കിച്ചു ആ സൈഡ് വാ. ഇവിടെ ഋതപ്പനെ പെടുന്ന ആരും തള്ളല്ലേ? ഇതുകൊണ്ടോ തള്ളി തള്ളല്ലേ? ഞാനൊന്ന് നേരെ സ്വന്തം കാറിന്റെ ഇറങ്ങട്ടെ. സ്വന്തം കാറിലിരുന്നപ്പോ എന്തോ തോന്നുന്നു? അഭിമാനം തോന്നുന്നുണ്ടോ? സന്തോഷം. ചേട്ടൻ അറിയാലോ ഞാൻ ഒന്നിനോടും അങ്ങനെ എക്സൈറ്റഡ് ഉള്ള ആളല്ലെന്ന്. ഇനിയിപ്പം 20 ലക്ഷത്തിന്റെ മറ്റേ ഡയമണ്ട്സ് കിട്ടിയാലും ഞാൻ ഇങ്ങനെ ഉള്ളു. അറിയാന്നല്ലേ ചേട്ടൻ? ഞാൻ എല്ലാം അങ്ങനെയാണ്. മറ്റുള്ളവരെ കാണിക്കാൻ ഒന്നൊന്നും ഞാൻ വെക്കത്തില്ല. ഞാൻ എന്റെ രീതിയിൽ എപ്പോഴും അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ. സന്തോഷം അത്രേ ഉള്ളൂ. ഇത് പിന്നെ ഇവരുടെ തന്നെ മേടിച്ചല്ലോ നമ്മുടെ നാട്ടിലെ
ചെത്തിമറ്റം കാർസ് അടിപൊളി സൂപ്പർ. അവരുടെ തന്നെ മേടിച്ചതിന് ഒത്തിരി സന്തോഷം. ഇവിടെ നോക്കി പറയൂ. ഇവിടെ നോക്കി പറയൂ, ഞാൻ പഠിക്കത്തില്ല. ചെത്തിമറ്റം കാർസിൽ തന്നെ എടുത്തതിന് ഒരുപാട് സന്തോഷം. ഇവിടെ ഓഫർ വല്ലതും ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് തന്നെ എടുക്കാൻ? ഇവിടെ തന്നെ എടുക്കാൻ, ഇവിടെ നല്ല അടിപൊളിയാന്ന് അറിഞ്ഞു. സോ അതുകൊണ്ട് ഇനിയുള്ള യാത്രകളൊക്കെ തീരാവുമല്ലേ? ഇല്ല, എല്ലാം ഒന്നും ഇല്ല. ഞാൻ ഇന്ന് കോഴിക്കോട് പോകല്ലേ, ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു പെട്ടെന്ന്. പുതിയ കാറിലാണ് രേണു പോണത്? അല്ല നമ്മുടെ താക്കോൽ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ യഥാർത്ഥ താക്കോല് തരിക. ഓക്കെ വരട്ടെ. വണ്ടി ഓടിക്കാൻ അറിയാമോ? ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നു. എന്തോ ഇപ്പഴാ ഡോറ് പൊളിച്ചോണ്ട് പോവല്ലേ, എനിക്ക് ഇനി നന്നാക്കാൻ പറ്റുന്നില്ല. വണ്ടി എടുത്ത് ഡോറില്ല, മറ്റേ അരപ്ലസ് അരസമയം ഇന്റെ അടുത്ത് ജഗതി ചേട്ടൻ പോകുന്നവരാക്കരുത് എന്നെ. അതാക്കരുത് എന്റെ ദേവി. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തില് എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി നമ്മുടെ രേണു ചേച്ചിയുടെ ആദ്യത്തെ വാഹനം ചെത്തിമറ്റം കാസിന്ന് ചേച്ചിക്ക് ഞാൻ കൈമാറുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി തുടർന്ന് ഞങ്ങൾക്കും ഉണ്ടാവണം, ചേച്ചിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും അറിയാം. മുന്നോട്ടുള്ള വണ്ടികളും ചേച്ചി നമ്മുടെ അടുത്ത് തന്നെ വരും എന്നുള്ള ഉറപ്പോടുകൂടി ചേച്ചിക്ക് ഐശ്വര്യപൂർവ്വം ചേച്ചിക്കൂട്ടനും ചേച്ചിയും കൂടി പ്രാർത്ഥനയ്ക്ക് കൈമാറും. ഞാൻ മേടിച്ചു. ഓക്കെ, താങ്ക് യു.